എല്ലാവർക്കും തിരുവാതിര ദിന ആശംസകൾ. അപ്പോൾ നമുക്കിന്ന് തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് കൂർക്ക, ചേമ്പ്, ചേന, കാച്ചിൽ, ഏത്തയ്ക്ക, ഉരുളക്കിഴങ്ങ്, വൻപയർ എന്നിവയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അതിൽ കഷ്ണങ്ങളെല്ലാം ഞാൻ ഈ വലിപ്പത്തിൽ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പയർ കുക്കറിൽ ഒരു മുക്കാൽ ഭാഗത്തോളം വേവിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്. ഒന്നിച്ചിട്ട് ഞാൻ ഒരേ വേവിൽ ആയില്ലെങ്കിലോ എന്നോർത്തിട്ട് അങ്ങനെ ചെയ്തതാണ്. കഷ്ണങ്ങളെല്ലാം ഇപ്പം ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്തതിന് ശേഷം അടുത്തായിട്ട് നമുക്കിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, കുറച്ച് വെള്ളം പയർ വെന്തതിൻ്റെ ഉണ്ട്, അത് പോരാത്തത് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. വെള്ളം ഒഴിച്ച് ഒരു 2 വിസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുക്കർ അടച്ച് വെച്ച് വിസിൽ വന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. ഈ നേരത്തിന് നമുക്ക് അരപ്പ് റെഡിയാക്കണം. അരപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിയലിന് ഒതുക്കുന്ന രീതിയിൽ മതി. അതിൽ തേങ്ങ, മുളക് പൊടി, ജീരകം, ചെറിയ ഉള്ളി എന്നിവ നമ്മൾ അവിയലിന് ഒതുക്കിയെടുക്കുന്ന പാകത്തിന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുക്കറിൻ്റെ വിസിൽ പോയി എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം കഷ്ണം വെന്തോന്ന് നോക്കുകയാണ് ഞാൻ. കഷ്ണം വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ഇളക്കി കൊടുക്കുകയാണ്, കാരണം പയറൊക്കെ അടിയിലല്ലേ. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. കഷ്ണത്തിലുള്ള ഉപ്പ് പാകത്തിന് ഇപ്പം ഇതിനുണ്ട്. ഇനി അരപ്പ് ചേർക്കുമ്പോൾ പോരാത്ത ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അടുത്ത ഞാൻ ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നേരത്തെ കാണിച്ച ഐറ്റംസ് എല്ലാം കൂടെ ഒതുക്കി ചേർത്തത്. പിന്നെ കുറച്ച് കറിവേപ്പില, ഇച്ചിരി അധികം കറിവേപ്പില ഇടുന്നുണ്ട്. കറിവേപ്പില ഇടുമ്പോൾ, പച്ചക്കറിവേപ്പില ഇടുമ്പോൾ അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇച്ചിരി അധികം കറിവേപ്പില ഇട്ടിട്ട് ഒന്നോടെ മിക്സ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ തീ കത്തിച്ചിട്ടുണ്ട്, കാരണം ആ തേങ്ങയുടെ ഒരു പച്ചച്ചോവയും കൂടെ പൊക്കോട്ടേന്ന് ഓർത്തിട്ട് ഞാനിപ്പോൾ തീ കത്തിച്ചിട്ടാണ് ഇത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നത്. അടുത്തതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. ഈ വെളിച്ചെണ്ണ ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ചിലർ കടുക് താളിക്കും, ഞാൻ താളിക്കുന്നില്ല. പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊക്കെ നല്ല കട്ടയായിട്ടിരിക്കും, അതുകൊണ്ട് സ്പൂണിന് കോരിയാണ് ഇടുന്നത്. നല്ല തണുപ്പാണ് ഇവിടെ. എന്നിട്ട് ഈ വെളിച്ചെണ്ണയും കൂടെ ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ ഇത് ഇച്ചിരി ലൂസ് പരുവത്തിലായിരിക്കുന്നത്, പക്ഷേ അത് പുകയിരിക്കുമ്പോൾ അത് ശരിയാവും. അപ്പം ഞാനൊരു പ്ലേറ്റിൽ ഒരു വാഴയില ഇട്ടിട്ട് കുറച്ച് പുഴുക്ക് അതിലേക്ക് വിളമ്പുവാണ്. ചൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചൂടെ കുറച്ച് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വിളമ്പി എടുത്തിട്ടുണ്ട്. പിന്നെ കാണാനൊരു ഭംഗിക്ക് ഒരു കറിവേപ്പില ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.